ഹലോ ഗൈസ്, എല്ലാവർക്കും എക്സ്ട്രീമേറ്റിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കാർ പാർക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ കളക്ഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബസ് കൊണ്ടൊക്കെ ഒരു സ്ഥലം വരെ നമ്മുടെ വീട് വരെയൊക്കെ പോയായിരുന്നു. പിന്നെ ഞാനൊരു കാറ് സെയിൽ ചെയ്ത് എനിക്ക് 30-40 മില്യണൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ചിലവാക്കി. ഇപ്പോൾ എൻ്റെ കയ്യിൽ 66 കാറുണ്ട്. അപ്പോൾ ആദ്യത്തെ കാർ ഇതാണ്. ഇത് ഞാൻ മോഡിഫൈ ചെയ്യാനുള്ള കാരണം, നമ്മൾ ഈ നമ്മുടെ കാറൊക്കെ സെയിൽ ചെയ്യുവാണെങ്കിൽ സെയിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാറാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് കാണാൻ ഇപ്പോൾ ലുക്ക് വേണ്ട കേസ്, അതിന് വേണ്ടി ചുമ്മാ എഴുതിയാണ്. അടുത്ത കേസ് ഇതാണ് വിൻറ്റേജ്. ഇത് കേസ് ഞാൻ ചുമ്മാ ഈ സെയിൽ ചെയ്യാൻ വേണ്ടി എഴുതിയതാണ്. ഇത് വേൾഡ് സെയിൽ ഇടാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ അടുത്ത ഇതാണ് കേസ്, ഇതൊരു സിവിക്ക്. ഇത് ഞാൻ ഗെയിമിലുള്ള സ്റ്റിക്കർ തന്നെ ചുമ്മാ വലിച്ചു കയറ്റി ഇട്ടേക്കുന്നതാണ്. പക്ഷെ അടുത്ത ഇത് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണത്തില്ല ഗൈസ്, ഇങ്ങനെ ഓരോ ഇതിട്ടിട്ട് പറ്റിക്കുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ ചെയ്തതാണ്, ഫ്രീ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഗൈസ് അടുത്ത നമ്മുടെ താറ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അടുത്ത നമ്മുടെ ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ വണ്ടിയാണ്, ഇതൊന്ന് ജസ്റ്റ് കളർ അടിച്ചു. ഗൈസ് ഈ വണ്ടി അനങ്ങത്തില്ല. ഇതും ഒരു ഇതാണ് ഗൈസ്. പിന്നെ അടുത്ത വണ്ടി ഇതാണ് ഗൈസ്, ചുമ്മാ ചെയ്ത് വെക്കുന്നതാണ് ഗൈസ്. അപ്പോൾ അടുത്ത ഇതാണ്, കളർ അടിച്ചതേ ഉള്ളൂ. അടുത്ത ഗൈസ് ഈ വണ്ടിയാണ്. ഇത് ചുമ്മാ ഞാൻ വാങ്ങിച്ചതാണ്, 1000 രൂപയ്ക്ക് ഒരു മച്ചാൻ വിറ്റപ്പോൾ. അടുത്ത ഇതാണ്, നമ്മളിതൊന്നും ചെയ്തിട്ടില്ല, ചെയ്യണം ഗൈസ്. അടുത്ത നമ്മുടെ ഇതാണ് ഗൈസ്, കുറ്റി പോലെ സാധനമൊക്കെ പുറകെ വെക്കണം ഗൈസ്. കണ്ടോ ഗൈസ്, കിടിലല്ലേ. അടുത്ത ഗൈസ് ഇതാണ്. ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഇന്നലെ ഒരു മച്ചാൻ്റെ നിന്ന് വാങ്ങിച്ചതാണ്, 50,000-ന് ലാഭമാണ് ഗൈസ്. അടുത്ത ഗൈസ് ഇതിലെ വണ്ടി ഇന്നലെ വർക്ക് ചെയ്തതാണ്. നമ്മൾ GG പോലത്തെ ഒരു വർക്കും ചെയ്യാറില്ല, അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. കൊള്ളാം ഗൈസ്. ഇതിന് മാർക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത് നമ്മുടെ സുപ്ര. ഇത് മിസ്റ്റീരിയോ എന്നാണ് എഴുതിയേക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ പേരാണ് മിസ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ. ചേട്ടൻ്റെ റിയൽ പേരല്ല, ഗെയിമിലെ പേര്. ഗൈസ് അടുത്ത നമ്മുടെ ബെൻസാണ്. ഇത് വർക്കിലാണ്, ഇത് ഒന്നും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യണം. അടുത്ത ഈ കാറ്, ഇത് കളർ അടിച്ചതേ ഉള്ളൂ. അടുത്തത് ഇത് NFS ആക്കാനാണ്. അടുത്ത ഈ വണ്ടി, ഇത് നമ്മുടെ സ്വന്തം സിവിക്ക് ചേർക്കാൻ നമുക്ക് കിടിലമാക്കണം. ഇത് വർക്കിലാണ് കേസ്, ഇനിയും സിവിക്കിൻ്റെ വർക്കുണ്ട്. ഇതൊന്നും അല്ല ഇനി സിവിക്ക്. ഇപ്പോൾ ഇത്ര ലുക്കേ ഉള്ളൂ, ഇനിയും വരും കിടിലമായിട്ട്. അടുത്ത ഇത് നമ്മൾ ചെളി പിടിപ്പിച്ച് വെച്ചേക്കുവാണ്. അടുത്ത നമ്മുടെ ഈ വണ്ടി, ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതെനിക്ക് ചെയ്യണം. അടുത്ത നമ്മളെ സ്വന്തം ഈ വണ്ടി. ഇങ്ങനത്തെ വണ്ടികളെല്ലാം ഞാൻ വേൾഡ് സെയിലിൽ നിന്ന് വാങ്ങുന്നതാണ്. ആദ്യം കാണിച്ചത് മറ്റേ സിവിക്ക് ഞാൻ അങ്ങനെ ചെയ്തതല്ല. അടുത്ത ഇത് ഞങ്ങൾ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അടുത്ത നമ്മുടെ ഈ വണ്ടി, ഇത് നമ്മൾ വേൾഡ് സെയിലിൽ നിന്ന് വാങ്ങിച്ചതാണ്. അടുത്ത നമ്മുടെ M5 ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അടുത്ത നമ്മുടെ G-Wagon, ഇതും നമ്മൾ ചുമ്മാ ഇങ്ങനെ ചെയ്തതാണ്. നമ്മൾ ഈ വേൾഡ് സെയിൽ ഇടാൻ വേണ്ടി ഒത്തിരി സ്റ്റിക്കർ വലിച്ചു വരികയും ഇട്ടതാണ്. അടുത്ത നമ്മുടെ ഇത് ഡോഡ്ജ് ആണെന്ന് തോന്നുന്നു. ഡോഡ്ജല്ലേ ഇത്? ഡോഡ്ജാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അടുത്ത നമ്മുടെ ബെൻസ്. ഈ ലോഗോ ഉണ്ടോ ഇതിൻ്റെ? ഇതൊന്നും ഗെയിമിൽ കിട്ടാത്തതാണ്. ഇതൊക്കെ ഇങ്ങനത്തെ ലോഗോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത നമ്മുടെ ഗോൾഫ്. ഇത് ഗൈസ് ഞാൻ വെറുതെ വാങ്ങിച്ചതാണ്, ഇതിനി വർക്ക് ചെയ്യണം, ഇന്ന് ഞാൻ ചെയ്യും. അടുത്ത നമ്മുടെ ഈ വണ്ടി, പിന്നെ ഇന്നലെ വാങ്ങിച്ചതാണ് ഗൈസ്. ഇതങ്ങ് വേൾഡ് സെയിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഇപ്പോൾ ഇടുന്നില്ല. അടുത്ത നമ്മുടെ ഈ വണ്ടി, നമ്മുടെ BMW M2 ആണെന്ന് തോന്നുന്നു. അടുത്ത ഈ വണ്ടി, ഇത് BMW ആണെന്ന് അറിയാം, പക്ഷേ ഏത് മോഡലാണെന്ന് അറിയാം, മറന്നുപോയി. M5 ഗൈസ്, M5 ആണ് ഗൈസ്. അടുത്ത നമ്മുടെ ഈ വണ്ടിയുടെ പേര് ഗൈസ്, എല്ലാ വണ്ടിയുടെ പേരങ്ങ് മറന്നുപോയി. അടുത്ത നമ്മുടെ ഈ വണ്ടി, ഇതെല്ലാം ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല, എല്ലാത്തിനും വർക്ക് ചെയ്യാനുണ്ട്. അടുത്ത ഇതാണ്. അടുത്തത് നമ്മുടെ മസ്താനാണ്, പുറകിലത്തെ ബമ്പറൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഫെറാറി, ഇതിന് വർക്കിലാണ്. അടുത്ത നമ്മുടെ M6, ഇത് വർക്കിലാണ് കേസ്, ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത കേസ് നമ്മുടെ പോർഷെ 911 GT3 അല്ലേ, പോർഷെ 911 അല്ലേ.
ഗൈസ് 4711. അടുത്ത ഗൈസ് നമ്മുടെ ഇത് i8. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഇത് അടുത്തത് ഈ വേണ്ട ഫെറാറി അല്ലേ ഗൈസ് ഇത്? ഫെറാറി ഞാൻ തോന്നുന്നു. ഇതടുത്ത് നമ്മളെ ഈ ലോറി, ഇതിന് കണ്ണ് മാത്രമേ വെച്ചുള്ളൂ, ഇങ്ങനെ വർക്കിലാണ്. അടുത്ത ഈ ലോറി, ഇതൊക്കെ ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഇന്നലെ വാങ്ങിച്ചതുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. അടുത്ത നമ്മളിത് ഇതാണ് നമ്മുടെ പ്രൈം ബസ് ഗൈസ്. കഴിഞ്ഞ ഓടിയെല്ലാം ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ബസ്സാണ്, ഇനി ഇത് വർക്കിലാണ്. അടുത്ത നമ്മുടെ ഈ വണ്ടിയുടെ പേര് വരുന്നു, അയ്യോ മറ്റേ മറന്നുപോയി. ഇതിനടുത്ത് ഇത് നമ്മൾ ചുമ്മാ ഓഫ് റോഡ് കയറാൻ പോയപ്പോൾ ഇത്രയും പൊക്കി വെച്ചാണ്, ഒരു സ്ഥലത്തൊന്ന് മാറ്റണം. പിന്നെ ഗൈസ് നമ്മുടെ വൈഡ് ബോഡി ഗൈസ്, വൈഡ് ബോഡി കിറ്റാണ്, ഫുൾ സാധനം അങ്ങ് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അടുത്തത് നമ്മുടെ ഈ ഓടി, ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കളർ അടിച്ചതേ ഉള്ളൂ. അടുത്ത ഗൈസ് നമ്മുടെ സൂപ്പർ MT5 ഒന്നും ചെയ്തിട്ടില്ല, ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ ഗൈസ്. അടുത്ത നമ്മുടെ M4 ഗൈസ്, അതൊന്നും ചെയ്തിട്ടില്ല. അടുത്ത നമ്മളെ M5 ഗൈസ്, ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചു, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ഗൈസ് നമ്മുടെ ഡോഡ്ജ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത ഗൈസ് നമ്മുടെ LC, ഇതൊന്നും ചെയ്തിട്ടില്ല. ഹൈലക്സ് നമ്മൾ പോലീസിൻ്റെ ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. അടുത്ത ഗൈസ് ഇതൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ ഗൈസ്. ഈ ഒന്നും ചെയ്യാത്ത വണ്ടിയൊക്കെ ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ. ഇതും ഇന്നലെ വാങ്ങിച്ചു ഗൈസ്, ഇതും ഇന്നലെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കളർ മാറ്റി, അതിൻ്റെ കളർ ഞാൻ മാറ്റുന്നു. ഇതും നമ്മൾ പണ്ട് വാങ്ങിച്ചതാണ്, ഇത് ഇന്നലെ വാങ്ങിച്ചതാണ്. ഇത് പണ്ടുള്ളതാണ്, ഇത് ഇന്നലെ വാങ്ങിച്ചതാണ്. ഇപ്പോൾ മൊത്തത്തിൽ 66 കാറുണ്ട്. ഇപ്പോൾ ഈ ഗോൾഫ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള വണ്ടിയാണ്, അപ്പോൾ നമുക്ക് അത് വർക്ക് ചെയ്തിട്ട് കാണാം. അത് നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഇപ്പോഴത്തേക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു കാര്യത്തിന് പോകാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതൊന്നും അല്ല, നമ്മളെ ഇതൊക്കെ ഞാൻ മാറ്റി വീഡിയോ കഴിയുമ്പോഴത്തേക്ക് മാറ്റും കേസ് എല്ലാം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു ടാസ്ക് കംപ്ലീറ്റിംഗ് വീഡിയോ ആയിട്ട് വെക്കാം കേസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യം നമുക്ക് സെയിലിലോട്ട് നോക്കാം കേസ്. പിന്നെ ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ചു, എൻ്റെ ബെസ്റ്റ് സെർവർ ഇൻ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ആഫ്രിക്കൻ സെർവറാണ് കേസ്. എനിക്ക് ഈ ആഫ്രിക്കൻ സെർവറിൽ ഒരു വട്ടം കയറി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഈ 66 കാറും, 66 ഒരു 15 കാറെങ്കിലും എനിക്ക് ഈ സെർവറിൽ നിന്ന് കിട്ടിക്കാണും ഗൈസ്. കിട്ടില്ല സെർവറാണ് ഗൈസ്. ഈ 15 കാറൊക്കെയാണ് ഗൈസ് എനിക്ക് ഒരു സെർവറിൽ നിന്ന് കിട്ടുന്നത്, ഫ്രീ ആയിട്ടോ അല്ലാതെയും. ഒരു മച്ചാൻ വരെ എന്നോട് വന്ന് ചോദിക്കുക ബസ്സിന് 50 മില്യൺ തരാമെന്ന് ഗൈസ്. ഞാൻ ഞെട്ടിപ്പോയി, പിന്നെ ഞാൻ കൊടുത്തില്ല ഗൈസ്. ബസ് 50 മില്യൺ ഒന്നുമല്ല, 50 എനിക്കപ്പോൾ ഒരു മച്ചാൻ പറഞ്ഞു. അപ്പോൾ ആ മച്ചാൻ പറഞ്ഞു എനിക്ക് വേറെ വണ്ടി വരുന്നു. അങ്ങനെ ഞാൻ വേറെ വണ്ടി കൊണ്ട് കൊടുത്തു, മച്ചാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ 50 മില്യൺ അല്ല 27 മില്യൺ വാങ്ങിച്ച് ലാഭമാണ് ഗൈസ്. നമ്മളൊന്ന് പെട്രോൾ അടിക്കാമെന്ന് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ സെയിലിലാണ് ആൾക്കാരെന്ന് നോക്കട്ടെ. അത് സെയിലിലാണ് ആൾക്കാർ, നമുക്ക് പോകാം, ഒരു വണ്ടി അങ്ങ് വാങ്ങാം. അപ്പോൾ നമ്മൾ സെയിലിലോട്ടൊന്ന് പോകാം. അങ്ങനെയുള്ള സെയിലിലായിരിക്കും നല്ല ആൾക്കാരൊക്കെ. നമ്മൾ കാർ ലോക്ക് ചെയ്യാം. ഇന്നലെ ഞാൻ കളിച്ചപ്പോൾ ഒരിക്കലും എൻ്റെ കാറങ്ങ് എടുത്തുകൊണ്ട് പോയി. സൂപ്പറായിട്ട് ഇട്ടേക്കുന്നത്, സൂപ്പറാ. എല്ലാ വണ്ടിയും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം, ആർക്ക് എൻ്റെ കാറ് വേണം? നമുക്ക് ഗോൾഫ് ആർക്ക് വേണം ചോദിക്കാറ്. ഒരു ഫോർച്യൂണർ കാര്യം നമ്മൾ സെയിൽ ചെയ്യാനാണ് വന്നിരുന്നത്. പക്ഷേ ഒരാളും കാറൊന്നും സെയിൽ ചെയ്യുന്നില്ല. നമുക്ക് ഇങ്ങോട്ട് കയറ്റൊന്നും സെയിൽ ചെയ്താലോ, സെയിൽ ചെയ്യാൻ പോയാൽ സിറ്റി കയറി. അപ്പോൾ ഇങ്ങോട്ട് കയറ്റാം. ഈ മച്ചാനെ ഒന്ന് നോക്കിയാലോ. ഈ മച്ചാൻ തന്നെ മാറിക്കോളും.
കോടി നോക്കിയാൽ 1 മില്യൺ ഇട്ടിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ ഇവിടെ സൈഡിൽ നടക്കത്തില്ല. ഏകദേശം നമുക്ക് ഈ സെർവറിൽ വേറെ സെർവറിലോട്ട് പോകാം. ഗൈസ് ഇത് കൊള്ളത്തില്ല. സെർവറല്ല, ഈ സെർവറിൽ തന്നെ വേറെ രീതിയിൽ റൂമിൽ കയറാം. ഗൈസ് ഇത് കൊള്ളാത്ത റൂമാണ്. നമുക്ക് നമ്മുടെ ഗോൾഫ് എന്തായാലും വിൽക്കണ്ട. നമുക്ക് നമ്മുടെ ഫെറാറി കൊണ്ട് വിൽക്കാം. ഗൈസ് ഇതൊരു പ്രീമിയമാണ്. ഗൈസ് ഒരു രൂപ പോലും മുടക്കാതെ ഇത്രയും പ്രീമിയം കാറൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയാണ് ഗൈസ്. ബുദ്ധി വേണം ഗൈസ്. ഇതൊന്നും വിൽക്കാം. പക്ഷെ ഒരു മച്ചാനുണ്ട് ഗൈസ്. എനിക്ക് ആ മച്ചാനാണ് ഇത്രയും പൈസയും കാറും ഒക്കെ തന്നത്. ആ മച്ചാൻ്റെ പേര് ബോസിനെന്നാണ്. അപ്പോൾ മച്ചാൻ ഫ്രണ്ട് ലിസ്റ്റ് ഉണ്ട്. മച്ചാൻ ഇപ്പോൾ ഓൺലൈനിൽ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഇപ്പോൾ മച്ചാൻ ഇല്ല ഗൈസ്, ഓൺലൈനിൽ ഇല്ല. ഈ മച്ചാനാണ് ഗൈസ് നമുക്ക് തന്നത്. എന്ത് ചെയ്യാം മച്ചാൻ? ബോണക്സ് CP ഗൈസ്, ഫുള്ള് യൂട്യൂബറാണ് ഗൈസ് ഈ മച്ചാൻ ബോസിൻ ഗൈസ്. പിന്നെ ഈ മച്ചാനും ഗൈസ് ഈ 3 മച്ചാന്മാരാണ് കിടിലൻ മച്ചാന്മാർ ഗൈസ്. ഇവരൊക്കെ എനിക്ക് പ്രീമിയം കാറൊക്കെ തന്നതാണ്. പക്ഷേ പൂവർ പ്ലീസ് ഒന്നും തന്നിട്ടില്ല. അവരൊക്കെ എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞു ഗൈസ്. എന്നിട്ട് പോയി. എനിക്കും സമയമില്ലായിരുന്നു, ഞാനും പോയി. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ലൈക്ക് ചെയ്യണേ. പാവമാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് നമ്മളെ ഇതൊക്കെ പോയെന്ന്. അതായത് നമ്മൾ ഇത്രയും നേരം വീഡിയോ എടുത്തൊക്കെ പോയി. നമ്മളൊക്കെ ഞാൻ ഒന്നിച്ചാക്കിയിട്ടാണ് പിന്നെ വീഡിയോ ഇട്ടത്. എനിക്കിനി എഡിറ്റ് ചെയ്യാൻ വയ്യ. അത്രയ്ക്ക് ഞാൻ എഡിറ്റ് ചെയ്യാറില്ല. ഞാൻ എഡിറ്റ് ചെയ്യാതാണ് വീഡിയോ ഇടുന്നത്. ഡയറക്റ്റ് വീഡിയോയാണ്. ഇപ്പോൾ ഒരു റോൾസ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി സെയിലിൽ പോവാം. ഇതൊരു MK5 അല്ലേ ഇത്? 60 ലക്ഷം ഉണ്ടെങ്കിൽ എനിക്കിത് വാങ്ങായിരുന്നു. 60 ലക്ഷം നമുക്ക് 60 ലക്ഷം ഉള്ള ഇപ്പോൾ ഈ റൂമിൽ ആർക്കും പൈസ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 60 ലക്ഷം ഒന്നും ആർക്കും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 60 ലക്ഷം ഒന്നും കാര്യമില്ലെന്നാണ് എനിക്കത്. ലാസറായല്ലേ ഇത്? ഇന്നലെ ഞാൻ വീഡിയോ എടുത്തെടുത്തെടുത്ത് ഞാനിങ്ങനെ കാറിൻ്റെ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്ത് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ മറന്നുപോയി. വീഡിയോ തന്നെ ഡിലീറ്റ് ആയിപ്പോയി. നമ്മൾ ഒത്തിരി പ്രശ്നമായി. ഈ മച്ചാൻ ഫോറം ചോദിക്കുന്നുണ്ട്. ഫോറം എന്ന് പറഞ്ഞാൽ എത്ര? 40 ലക്ഷം അല്ലേ എടുത്താൽ? വേണ്ട, ആ 40 ലക്ഷം ലാഭമല്ലേ? നമുക്ക് എങ്ങോട്ടാണ് സെയിൽ ചെയ്യാം? നമുക്ക് എങ്ങോട്ട് പോകണം? ഈ മച്ചാൻ്റെ ഇങ്ങോട്ടൊന്ന് പോവാം. വെറുതെ ഇരിക്കുന്നവർ ഡിസ്റ്റർബ് ചെയ്യരുത്. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഒന്നാണ് ഡിസ്റ്റർബ് ചെയ്ത് പോയി. ഈ മച്ചാനോട് 30 ലക്ഷത്തിന് ഈ മച്ചാനാരെ ഇവിടെ മച്ചാനില്ലെങ്കിലും മച്ചാനില്ലേ? $30 ഉണ്ട്. ഒരു 20 പ്ലീസ്. എൻ്റെ ഇത് BMW എന്ന് പറയുന്ന ഈ ഗെയിമിലുള്ള എല്ലാ BMW വാങ്ങാനാണ്. പക്ഷേ എനിക്ക് MQ മാത്രമേ ഇതുവരെ വാങ്ങാൻ പറ്റിയില്ല പുതിയതായിട്ട് തന്നെ. അപ്പോൾ എനിക്ക് MQ വാങ്ങാത്തതിന് വലിയ വിഷമമുണ്ട്. ഫേവറേറ്റ് കാറാണ്, വാങ്ങാനും പറ്റിയിട്ടില്ല. ഈ ബഗ് ഭയങ്കര തന്നെ ബഗ് വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഭയങ്കര ബഗ്ഗാണ് ഈ ഗെയിമിന്. നമ്മുടെ കാർ ലോക്കാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് അങ്ങോട്ടൊക്കെ കറങ്ങി നടക്കും. മറ്റേ 50,000 കാറങ്ങ് ചോദിക്കാം.
ഇത് ചോദിച്ചിരുന്നു. പറയാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. അയ്യോ ഞാൻ ഇവനായിരുന്നു പോയിട്ട്. അയ്യോ ഞാൻ പോകാൻ തോന്നി. മച്ചാൻ്റെ പേരെന്തുവായിരുന്നു? കൂടുതൽ കാണിച്ച് ലാഗ് അടിപ്പിക്കുന്ന ഞാൻ ചോദിച്ച് സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി പിന്നെ വരാം ഗൈസ്. കാരണം ഞാനിപ്പോൾ ആ സർവറിൽ കയറി ഫുള്ളൊന്ന് നോക്കുകയാണ്. അതെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഇപ്പോൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.